കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധി കണ്ടതാണ് വലിയ വിവാദ വിഷയം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനവിടെ പോയി? വല്ല ജപിച്ച് കെട്ടാൻ പോയതാണോ? ഇദ്ദേഹം എന്തിനാണ് അടൂർ പ്രകാശ് പോലെ ഒരാൾ അവിടെ കൊണ്ടുപോയത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നു. ആക്ച്വലി ഇതിനകത്തൊരു കാര്യം, ഈ കേരളത്തിലെ പിണറായി മന്ത്രിസഭയെ 10 കൊല്ലമായിട്ട് അവരാണല്ലോ. ഈ പിണറായി മന്ത്രിസഭയുമായിട്ട് എന്തായാലും സോണിയാഗാന്ധിയെ കണ്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും ഒരു ക്രമീകരണങ്ങളോ എന്തെങ്കിലും പദ്ധതികളോ നടപ്പാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. കേരളത്തിലെ ദേവസ്വം പ്രസിഡന്റുമാരോ ദേവസ്വം ബോർഡുമായിട്ടോ സോണിയാഗാന്ധിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ബന്ധമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ സോണിയാഗാന്ധിയെ പോലത്തെ ഒരു നാഷണൽ ലീഡറെ അവർ മുൻകൂട്ടി അനുവാദം വാങ്ങി കാണാൻ ചെന്ന് ഒരു ഫോട്ടോ എടുത്തതിൻ്റെ പേരിൽ സോണിയാഗാന്ധിയെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞാൽ അതിന് വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ എടുത്ത ആളാണ് പോറ്റി. അപ്പോൾ ആ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ എളുപ്പമാണ് SITക്ക്. ആ പിണറായി വിജയൻ്റെ കണ്ണൂരിലെ വീട് റെയ്ഡ് ചെയ്യാനും അദ്ദേഹത്തെ പ്രതി ചേർക്കാനും വളരെ ഈസിയാണ്. അതല്ല ആദ്യം ചെയ്യേണ്ടത്. കുറച്ചും കൂടി അടുപ്പമുള്ളത് അവിടെ ആയിരിക്കുമല്ലോ. പിന്നെ ഇദ്ദേഹം നേരത്തെ പറഞ്ഞു പത്തനംതിട്ട CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്, 25 വർഷം MLA ആയിരുന്ന ആളാണ് ഇദ്ദേഹം. നമ്മുടെ രാജു അബ്രഹാം സാറ് അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ മനോഹരമായി വിഷം പുരട്ടി വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ലഡ്ഡുവാണ് നമുക്കെല്ലാം ഇവിടെ വിതരണം ചെയ്തത്. കാരണം അദ്ദേഹം CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള പത്മകുമാർ ഇന്നും CPM പുറത്താക്കിയിട്ടില്ലെന്നേ. ആ CPM പുറത്താക്കാതെ ഇദ്ദേഹം ഇവിടെ വന്നിരുന്ന് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ മാത്രമല്ല ഇവിടുത്തെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന പണിയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പുറത്താക്കാത്തത്? അദ്ദേഹം പുറത്താക്കിയാൽ ആ പോറ്റിയോടൊപ്പം ഫോട്ടോ എടുത്താൽ ഈ MLA പുറത്താക്കേണ്ടി വരും. ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ കടകംപള്ളി സുരേന്ദ്രനെ പുറത്താക്കണം. കടകംപള്ളി സുരേന്ദ്രനെ പുറത്താക്കിയാൽ പിണറായി വിജയനെ പുറത്താക്കണം. പിണറായി വിജയനെ പുറത്താക്കിയാൽ പിന്നെ ഇവരുടെ തീവട്ടിക്കൊള്ളയും തട്ടിപ്പും എല്ലാം പുറത്തു വരും. മറ്റൊരു വാദമുണ്ട്. ഇവിടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഹിന്ദുക്കളെ ഉണർത്താൻ വേണ്ടി നടക്കുന്ന കുറേ വിഭാഗമുണ്ടല്ലോ, അവരിവിടെ സമരം ചെയ്തു. അവർ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുത്തത്? അവിടെ ആചാര ലംഘനത്തിൻ്റെ ഭാഗമായി RSSും BJPയും ഒരു കാലത്ത് സർക്കാരുമായി സമരം ചെയ്ത് കലാപമുണ്ടാക്കിയപ്പോൾ ഇവർ 2ാം ഘട്ടത്തിൽ അവിടെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നപ്പോൾ ഒരു BJP നേതാവിനെയും കാണുന്നില്ല, ഒരു ഹിന്ദു ഐക്യവേദി നേതാവിനെയും കാണുന്നില്ല, ഇവിടെ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ഒരു അധ്യാപികമാരെയും നമ്മളിവിടെ കണ്ടിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.